എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശൗശി ഇങ്ങനെ ഓടാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് ശൗശി ഇങ്ങനെ ചാടി ചാടി പോവും. ഇതേ സമയം അവൾ അവിടെ തലയും കുത്തി വീഴുകയും ചെയ്യും. ഇത് നമ്മുടെ ചെന്നെ കാണുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ചെന്നിനെ ഇങ്ങനെ ചിരിക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ അവൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് അവൻ പോവുകയും ചെയ്യും. പിന്നെ കാണുന്ന ശൗശിയ ലിനും കൂടി ഇങ്ങനെ നടന്നു വരുന്നതായിരിക്കെ ഇതേ സമയം ശൗശി ലിൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും പറയാനുണ്ട്, ഞാൻ ഏതാദ്യം പറയണ്ടേന്ന്. ഇതേ സമയം നമ്മുടെ ലിന്നെ ശൗശിയുടെ അടുത്ത് പറയും, നീ ആദ്യം ഗുഡ് ന്യൂസ് പറയുന്നത്. അപ്പം നമ്മുടെ ശൗശി ലിന്നിൻ്റെ അടുത്ത് പറയും, എടീ ചെന്നിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, എന്താ ബാഡ് ന്യൂസ് എന്ന്. ഇതേ സമയം നമ്മുടെ ശൗശി പറയും, എടീ അവൻ എന്താ ഗിഫ്റ്റ് കൊടുക്കണ്ടേ എനിക്ക് അറിയില്ല എന്ന്. അപ്പൊ ലിന്ന് പറയും, നീ എന്തിനാ മേടിക്കുന്നത്, നിനക്ക് ഇത്ര സ്മാർട്ട് ആയിട്ടുള്ള ഫ്രണ്ട് ഇല്ലേ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അവനുള്ള ഗിഫ്റ്റ് പോയി വാങ്ങാന്ന്. പിന്നെ അവനിങ്ങനെ ക്ലാസ് കയറുമ്പോ തന്നെ നമ്മുടെ വേ ആണെങ്കിൽ അവിടെ നിന്നിട്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്യായിരിക്കും. ആരും സ്പോർട്സിന് ഒന്നിനും കൂടുന്നുണ്ടാവില്ല. അപ്പൊ അവൾ എല്ലാവരോടും സ്പോർട്സിന് കൂടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ അവൾ ഇവരെ രണ്ടുപേരെ എടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ സ്പോർട്സിന് എന്തെങ്കിലും കൂടുമെന്ന്. അതേ സമയം അവർ രണ്ടുപേരും പറയും ഇല്ലാന്ന്. ഇതേ സമയം ചെന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ അടിയിലേക്ക് മറച്ചു വെക്കുന്നത് നമ്മുടെ ശൗശിയുടെ കണ്ണുപേടിയെ. അവളിങ്ങനെ അത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലു അങ്ങനെ അവിടെ മുട്ട് കുത്തി ഇരുന്നിട്ട് പറയും, ഞാൻ നിനക്ക് വേണ്ടി എടുത്തു തരാന്ന് പറഞ്ഞ് അവനത് ഓടിപ്പോയിട്ട് എടുക്കും. ഇതേ സമയത്ത് അതൊരു ചോക്ലേറ്റ് ആയിരിക്കും. അപ്പൊ ലു പറയുമ്പോ, ഓ ചോക്ലേറ്റ് വന്നു, എനിക്കൊക്കെ കുറെ പെമ്പിളാര് തരാനല്ലേ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയും, ഇതൊക്കെ അതിന് ആർക്ക് വേണം, ഇതൊക്കെ ഗേൾസ് അല്ലേ കഴിക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ ചോദിച്ചു, ഞാൻ പെണ്ണ എനിക്ക് താന്ന് പറയും. അതേ സമയം നമ്മുടെ ചെന്ന് പറയും അവളെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയം നമ്മുടെ ശേഷിക്ക് വല്ലാണ്ട് സന്തോഷം വന്നിട്ട് അവൾ അതും പിടിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ സ്വർഗം കിട്ടിയ സന്തോഷമായിരിക്കും. പിന്നെ ഇവര് രണ്ടുപേരും കൂടി ചെന്നിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയായിരിക്കും പോവുക. ഇതേ സമയത്ത് ആദ്യം തന്നെ ഇവരൊരു വാച്ചിന്റെ ഷോപ്പിലേക്കാണ് പോവുക. അവിടുത്തെ വാച്ചിന് നല്ല റേറ്റ് ആയിട്ട് അവിടുന്ന് അവർ ഇറങ്ങും. പിന്നെ ഇവരൊരു ബെൽറ്റ് വാങ്ങാൻ പോകും, അതിനും റേറ്റ് ആയിട്ട് അവിടുന്ന് ഇറങ്ങും. പിന്നെ ഇവർ ടീഷർട്ട് വാങ്ങാൻ പോകും, അതിനും റേറ്റ് ആണെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്തെ ലിന്നെ അവളോട് ചോദിക്കും, അല്ല മോളെ നിന്റെ കയ്യിൽ എത്ര പൈസയുള്ളതെന്ന്. ഇതേ സമയം നമ്മുടെ ശൗശി അവളോട് പറയും 128. അപ്പം നമ്മുടെ ലിന്നെ അവളെ തോളത്ത് കൈയിട്ടിട്ട് പറയും, അതിന് നമുക്കൊരു എക്സസൈസ് ബുക്ക് വാങ്ങാം മോളെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങും. പിന്നെ രാവിലെ ആയിട്ടോ ഇതേ സമയം നമ്മുടെ ലിന്ന ഇങ്ങനെ നടന്നു പോവായിരിക്കും. അപ്പൊ അവളെ വാച്ച്മാൻ വിളിച്ചിട്ട് പറയും അവൾക്കൊരു ലെറ്റർ ഉണ്ടെന്ന്. ഇതേ സമയം അവൾ ആ ലെറ്ററും വാങ്ങിയിട്ട് വാഷ്റൂമിലേക്ക് പോകും. എന്നിട്ട് അവളെ തുറന്ന് വായിക്കും. അതേസമയം അതിൽ കുറച്ച് പൈസ ഉണ്ടാവും. അത് അവളുടെ അച്ഛൻ എഴുതിയ ലെറ്റർ ആയിരിക്കും കേട്ടോ. അവളുടെ അച്ഛനും അമ്മയും ഡൈവോഴ്സ് ആണെന്നാണ് തോന്നുന്നത്. അവളോട് അവളുടെ അച്ഛൻ എഴുതിയ ഒരു കത്തായിരിക്കും. അതിൽ ആ അച്ഛൻ അവളെ കാണാനുള്ള സമയവും ഡേറ്റും ഒക്കെ പറയുന്നുണ്ടാവും. ഇതേ സമയം അച്ഛൻ പറയുന്നുണ്ടാവും, അതിനകത്ത് കുറച്ച് പൈസകളും എൻ്റെ മോൾക്ക് വേണ്ടിയ ഫുഡൊക്കെ മോള് വാങ്ങി കഴിച്ചാൽ അമ്മയോട് പറയേണ്ട, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് മിസ് യു എന്നൊക്കെ പറഞ്ഞ ഒരു കത്തായിരിക്കും. ഇതേ സമയം നമ്മുടെ ലിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് അവൾ ആ കത്തിങ്ങനെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്നുണ്ടാവും. അടുത്ത സീനിൽ സാറിങ്ങനെ ബോയ്സിനെ ചീത്ത പറയുന്നതായിരിക്കും കേൾക്കുക, ആരും സ്പോർട്സിനൊന്നും കൂടാത്തോണ്ട്. ഇതേ സമയം സാറിങ്ങനെ പറയും 3000 മീറ്ററിന്റെ റേസിന് ഫസ്റ്റ് പ്രൈസ് ആഡിദാസിന്റെ ഷൂ ആണ്, അതിന്റെ റേറ്റ് 3000 ആണെന്ന്. സെക്കൻഡ് പ്രൈസ് ഒരു വാച്ച് ആണെന്ന് പറയും. ഇതേ സമയം നമ്മുടെ ശൗശിയുടെ മുഖത്ത് ഇങ്ങനെ ബൾബ് എത്തുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് സാറ് പറയും, ഒന്നിനും കൂടാത്ത ഗേൾസ് ഇങ്ങനെ ചെയർ ചെയ്യുന്ന ഗേൾസിന്റെ മാതിരി ഹെയർ ബാൻഡ് ഒക്കെ ധരിച്ച് അവിടെ നിൽക്കേണ്ടി വരുന്നു. ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കും. പിന്നെ കാണുന്ന നമ്മുടെ വേ ആരൊക്കെയാണ് സ്പോർട്സിനുള്ളതെന്ന് ചോദിക്കുന്നതാണ്. ഇതേ സമയം 3000 മീറ്റർ റണ്ണിന് ഒരുവിധ എല്ലാവരും കൈപോക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ചെന്ന് ഒന്നിനും കൂടാത്തോണ്ട് നമ്മുടെ വേ അവള് ലീഡർ ആയതുകൊണ്ട് തന്നെ അവനെ ഒരു സ്പോർട്സിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നമ്മുടെ ശൗശിയും ലിന്നും കൂടി ഹാർഡിൽ റേസ് എന്ന് പറഞ്ഞൊരു റേസിനാണ് പങ്കെടുക്കുക. അടുത്ത സീനിൽ കാണുന്ന നമ്മുടെ ശൗശിയും ലിന്നും കൂടി ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുന്നതാണ്. ഇവരിങ്ങനെ കഴിച്ചോണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ശൗശിയാണെങ്കിൽ 2-3 പ്ലേറ്റ് നൂഡിൽസ് കഴിക്കുന്നുണ്ടാവേ. ഇത് നമ്മുടെ ലൂ കാണും. അവൻ ചോദിക്കും, നീ ഇതിനു മാത്രം കഴിക്കുമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ചെന്നി വരുന്ന അവൾ ആ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ലൂവിൻ്റെ നേരെ വെക്കും. എന്നിട്ട് ലൂവിനോട് ചോദിക്കും, നിന്റെ എഗ്ഗ് എനിക്ക് തരുമോ, എനിക്ക് കുറച്ച് പ്രോട്ടീൻ കൂടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം അവൻ്റെ എഗ്ഗ് എടുത്തിട്ട് നമ്മുടെ ലിന്നിന്റെ നേരെ നീട്ടും. അവളാണെങ്കിൽ വേണ്ടാന്ന് പറയും. ഈ സമയം ആയപ്പോഴേക്കും ബൂവും ചെന്നും അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബൂ കാണുകയും ചെയ്യും. അവൻ നമ്മുടെ ലൂവിനോട് പറയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ. അവൻ ബാക്കോട്ട് തിരിക്കുമ്പോൾ അവൻ്റെ എഗ്ഗ് എടുത്ത് കഴിക്കും. എന്നിട്ട് നമ്മുടെ ബൂവിന്റെ എഗ്ഗ് എല്ലാം കൂടി നമ്മുടെ ശൗശിക്ക് കൊടുക്കും. ഇതേ സമയം ഇതെല്ലാം നമ്മുടെ ചെന്നി ഇങ്ങനെ കുശുമ്പോടെ നോക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ ശൗശി ഇങ്ങനെ ചെന്നിന്റെ അടുത്ത് ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ ഹാർഡിൽ റേസ് കളിച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയം നമ്മുടെ ചെന്നി അപ്പൊ തന്നെ പറയും, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്ന്. ഇതേ സമയം നമ്മുടെ ശൗശിയുടെ ഫേസ് ഇങ്ങനെ വാടുന്നുണ്ടാവും. പിന്നെ കാണുന്നത് നമ്മുടെ ശൗശി ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് സ്റ്റോറി വായിക്കുന്നതായിരിക്കും. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ചെന്നാണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ശൗശി അവനിങ്ങനെ നോക്കും. അപ്പൊ അവൻ വേഗം തിരിഞ്ഞിട്ട് ബുക്ക് എടുക്കും. ഇതേ സമയം പിന്നെ അവളിങ്ങനെ കഥ വായിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവൻ പിന്നെ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് അവിടുന്ന് പോകും. ഇതേ സമയം ലിൻ അങ്ങോട്ട് വന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു ബുക്ക് കൊടുക്കും. അപ്പൊ അവള് ചോദിക്കും, ഇത് എന്ത് ബുക്കാണ്. അതേ സമയം ലിന്ന് പറയും, ഇത് നമ്മളെ ഫെയർ പ്ലേന്റെ ബുക്കാണെന്ന്.
അതേസമയം നമ്മുടെ ശൗശി അവളോട് പറയും, നിനക്ക് തോന്നുന്നുണ്ട് നീ ഈ ബുക്കൊക്കെ വായിച്ചാൽ ജയിക്കും. അപ്പൊ ലിന് പറയും, എനിക്ക് ഒറ്റക്കാലാണുള്ളെങ്കിൽ പോലും നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെന്നി ഇങ്ങനെ പോകുന്നുണ്ടാവും. അതേസമയം നമ്മുടെ ചെന്നിന്റെ ബാക്കിൽ ശൗശി ഇങ്ങനെ ഓടിപ്പോയിട്ട് അവനോട് ചോദിക്കും, നീ ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന്. അപ്പം അവനിങ്ങനെ അവളോട് പറയും, ഞാൻ നിന്നെ പറ്റിയാണ് വായിക്കുന്നത്. ഇത് കേൾക്കേ നമ്മുടെ ശൗശി ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. അപ്പോഴാണ് അവന്റെ ബുക്ക് എന്തിനെ പറ്റിയാന്ന് കാണുന്നത്. അതിങ്ങനെ അബ്നോർമൽ ആയിട്ടുള്ള കുട്ടികളെ പറ്റിയുള്ളതായിരിക്കും. അപ്പം നമ്മുടെ ശൗശിയുടെ ഫേസ് വല്ലാണ്ട് ഇങ്ങനെ വാടും. പിന്നെ നമ്മുടെ ശൗശി ഇങ്ങനെ ഹാർഡിൽ റേസിന്റെ പ്രാക്ടീസിലായിരിക്കും. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മള് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ ഓടാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അവള് ഒറ്റ ഓട്ടായിരിക്കും. നമ്മളൊക്കെ വിചാരിക്കും അടിപൊളിയായിരിക്കും. ഇതേ സമയം അവള് ചാടേണ്ട എല്ലാ സാധനം എടുത്ത് താഴോട്ടിട്ട് തട്ടി അവള് ചെന്നിന്റെ മേലേക്ക് ഒറ്റ വീയലായിരിക്കും. ഇതേ സമയം നമ്മുടെ ശൗശി പറയും, എടാ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് അറിയും. ഇതേ സമയം അവളുടെ അടുത്ത് പറയും, നീ ടെൻഷൻ അവിടെ, ഞാൻ കാണിച്ചു തരാം, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ നിന്നെ. അവനാണെങ്കിൽ അതുക്കും മേലെ ആയിരിക്കും കാണിക്കുന്നത്. അവൻ അതിന്റെ മേലെ കൂടെ ചാടിയായിരിക്കും വരുന്നത്. ഇതേ സമയം നമ്മുടെ ശൗശി ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും, നമുക്കുണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ തിയറി പഠിക്കാം, എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മുടെ ശൗശി അവനോട് ചോദിക്കും, നീ ലിന്നിന്റെ സ്പൈ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, അതിന്റെ ഒന്നും ഒരു ചാൻസും ഇല്ലാന്ന് പറയും. ഇതേ സമയം നമ്മുടെ ലൂ ആണെങ്കിൽ ലിന്നിനെ ഇങ്ങനെ പൊക്കി പറയുന്നതായിരിക്കും, നീ അടിപൊളിയാണ്, അവളുടെ പേരിങ്ങനെ വിളിച്ച് കൂവി പറയും. ഇതേ സമയം ഒന്നും നമ്മുടെ ലിന്നിന് ഇഷ്ടാവില്ല. അവള് പറയും, നീ ഒന്ന് വായ പൂട്ടി ഇരിക്കുന്നു പറഞ്ഞാൽ ഇതേ സമയം നമ്മുടെ ലിനി അടിപൊളിയായിട്ട് ഓടിയിട്ട് ചാടുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ലൂ ഇത് കണ്ട് പറയും, നീ അടിപൊളിയാണ്, നീ തന്നെ ജയിക്കുന്നതായോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശൗശിയും ലിന്നും ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അടി കൂടും കേട്ടോ. വെറുതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ അഭിനയിക്കും. എന്നിട്ട് നമ്മുടെ ശൗശി ഇങ്ങനെ മുടിയൊക്കെ റെഡിയാക്കി ചെന്നിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഓരോന്ന് ഇങ്ങനെ ചോദിച്ച് അവള് ചോദിക്കും, ഞാനിങ്ങനെ ഹാർഡിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എടാ ഇങ്ങനെ ചെറിയ റോങ് ഒക്കെ ഉണ്ട്, നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ. അപ്പൊ ചെന്നെ നോക്കാന്ന് പറയും. ഇതേ സമയം ശൗശിക്ക് നല്ല സന്തോഷമാവും. ഇത് ലിന്നും കേൾക്കുന്നുണ്ടാവും. അവളും ഇങ്ങനെ ചിരിക്കും. ഇതേ സമയം നമ്മുടെ ബൂ അവന്റെ കൈ നിറയെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ, ബുക്കിലുള്ള ഓരോ കാര്യങ്ങൾ എഴുതി നിറയ്ക്കുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബൂവിന് ചെറിയൊരു ഇഷ്ടം നമ്മുടെ ശൗശിയുടെ അടുത്ത് ഉണ്ടെന്ന്. ഇതേ സമയം ലൂ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ബൂ ആണെങ്കിൽ അവനോട്ട് കാണിച്ചു കൊടുക്കുന്നുമില്ല. പിന്നെ കാണുന്ന ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ലിന്നെ ഇറങ്ങി പോകുന്ന. ഇതേ സമയം നമ്മുടെ ശൗശി അവളുടെ ബാക്കിൽ പോയി ചോദിക്കും, നീ പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന്. അപ്പൊ നമ്മളെ ലിന്നെ ഒറ്റ ഓടും. ഇതേ സമയം ബൂ ഓടി വന്നിട്ട് എന്നെയും വെയിറ്റ് ചെയ്യുന്നു പറയും. അതേ സമയം നമ്മുടെ ശൗശി അവനോട് പറയും, നീ വേഗം ചെന്നിനെ വിളിക്കുക, അവനോട് പോയി പറ ഞാൻ അവനെ പ്ലേ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബൂവിന്റെ ഫേസ് വല്ലാണ്ട് സാഡാവും. ഇതേ സമയം നമ്മുടെ ബൂ ഇങ്ങനെ സാഡായിട്ട് തിരിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ നമ്മുടെ ചെന്നുണ്ടാവും ഇറങ്ങി വരുന്നത്. അതേസമയം ബൂ ചെന്നിന്റെ അടുത്ത് പറയും, എടാ നിന്നെ ബോസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്ലേ ഗ്രൗണ്ടിൽ നിന്ന്. അതേസമയം ബൂ പറയും, ഇല്ലല്ല എന്തിന്, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയും. അപ്പൊ നമ്മുടെ ബൂവിന് എന്തോ കിട്ടിയ വല്ലാത്ത സന്തോഷം ഉണ്ടാവും കേട്ടോ. ഇതേ സമയം നമ്മുടെ ലൂനെ നോക്കുമ്പോൾ ആണെങ്കിൽ അവൻ എന്തോ ചെറിയ കള്ളത്തരം ക്ലാസ്സിൽ നിന്ന് കാണിക്കുന്നുണ്ടാവും. അവനെല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. എന്നിട്ട് അവൻ എല്ലാവരും പോയി നോക്കുമ്പോൾ ഒരു സ്വീറ്റ് ആണെന്ന് തോന്നുന്ന സാധനം എടുത്തിട്ട് നമ്മുടെ ലിനിന്റെ സീറ്റിന്റെ നേരെ പോയി അവളുടെ ബുക്കിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി അവളുടെ ബുക്ക് തുറക്കും. ഇതേ സമയം അവളുടെ അച്ഛൻ എഴുതിയ ലെറ്റർ അവൻ കാണും. എന്നിട്ട് നമ്മുടെ ലൂ പോയി നമ്മുടെ ലിനിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അവൻ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് ലിൻ അവനോട് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പൊ അവൻ അവളോട് പറയും, നിന്റെ അച്ഛൻ എന്തായാലും വരും എന്ന് പറയും. അപ്പൊ അവളൊരു ഷോക്കിൽ അവനിങ്ങനെ നോക്കും. എന്നിട്ട് അവൻ പറയും, നിന്റെ അച്ഛൻ എന്തായാലും വരും എന്ന് പറയും. അപ്പൊ അവൾ അവനോട് പറയും, നിനക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയും. എന്നിട്ട് ലിന്ന് പറയും, ഈ സ്പോർട്സിലേക്ക് ഞാൻ ചേരാൻ ഒരുപാട് റീസൺസ് ഉണ്ടെന്ന് പറയും. ഈ സമയത്ത് ലൂ അവളോട് ചോദിക്കും, എനിക്കറിയാം നിന്റെ അച്ഛന്റെ ഡ്രീം അല്ലേ അത്. അപ്പൊ അവള് പറയും, അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ പോവും. ഇതേ സമയം നമ്മുടെ ശൗശി ആണെങ്കിൽ ഒരു കമ്പിമേൽ പിടിച്ച് വലിച്ചു കയറി കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഐസ്ക്രീം കഴിക്കായിരിക്കും. നമ്മുടെ പൂവാണെങ്കിൽ ഓടിക്കതച്ച് അവളുടെ അടുത്ത് വന്ന് നിൽക്കും. ഇതേ സമയം അവളിങ്ങനെ ചിരിച്ചവനോട് ചോദിക്കും, എവിടെ ചെന്നെന്ന്. അപ്പൊ അവൻ പറയും, അവൻ വീട്ടിലേക്ക് പോയിന്ന്. അപ്പൊ നമ്മുടെ ശൗശിയുടെ ഫേസ് ഇങ്ങനെ വാടും. എന്നിട്ട് അവൻ നമ്മളോട് പറയും, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാലോന്ന്. ഇതേ സമയം അവനോട് ചോദിക്കും, അല്ല നിനക്ക് സ്വിമ്മിങ്ങിന് പോകണ്ടേന്ന്. അപ്പൊ അവൻ പറയും, അതൊന്നും ഒരു പ്രശ്നേ ഉള്ള കാര്യമല്ല, നീ ഇറങ്ങി വാന്ന് പറയും. അപ്പൊ അവളിങ്ങനെ ഇറങ്ങിപ്പോവും. എന്നിട്ട് നമ്മുടെ ബൂ ഇങ്ങനെ ശൗശിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓരോ കാര്യം അവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അവന്റെ കയ്യിലുള്ള ഓരോ കാര്യം ഇങ്ങനെ വായിച്ചിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മുടെ ശൗശി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലീൻ ഉണ്ടാവും അവളുടെ മുന്നിൽ കൂടെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത്. അതേസമയം നമ്മുടെ ശൗശി ഇങ്ങനെ മനസ്സ് പറയും, ഇവളാ വാച്ച് കിട്ടാൻ വേണ്ടിയാണോ ഇത്ര എടുത്ത് കഷ്ടപ്പെടുന്നതെന്ന്. പിന്നെ കാണുന്ന ചെന്നി ഇങ്ങനെ വേസ്റ്റ് ഇട്ടാളാൻ വേണ്ടി അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന. ഇതേ സമയം നമ്മുടെ ശൗശി ആണെങ്കിൽ അവിടെ സൈക്കിള് കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പൊ നമ്മുടെ ചെന്നി വന്ന് അവിടെ സൈക്കിളിന് ഒറ്റ കുത്തങ്ങ് കൊടുക്കും. അതേസമയം അവളിങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പൊ അവൻ പറയും, എടി ഉച്ചായി എന്ന് പറയും. അതേസമയം അവൾ പറയും, ഇപ്പൊ വീട്ടിൽ കയറിയാ ഇപ്പൊ അമ്മ എന്നെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കും എന്ന് പറയും. എന്നിട്ട് അവൾ ഓടി അവന്റെ അടുത്ത് വന്ന് ചോദിക്കും, നീ എന്താ എന്റെ പ്രാക്ടീസ് കാണാൻ വരാഞ്ഞാന്ന്. ഇതേ സമയം അവൻ പറയും, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അവളിങ്ങനെ പ്ലീസ് വാന്ന് പറയുന്ന സമയത്ത് അവൻ പറയും, നോക്കാന്ന് പറയും.
പിന്നെ കാണുന്നത് നമ്മുടെ ബൂ ഇങ്ങനെ സ്വിം ചെയ്ത് എണീറ്റ് വരുന്ന. ഇതേ സമയം അവന്റെ കോച്ച് അവനിങ്ങനെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, നീ എന്താ ഇങ്ങനെ പ്രാക്ടീസിനൊന്നും വരാത്ത, ഇന്നലെയൊന്നും നീ വന്നില്ല എന്ന് കേട്ട് നീ എന്താ വരാത്ത, നിന്നെ ഗ്രൗണ്ടിൽ കണ്ടെന്ന് കുറെ സീനിയേഴ്സ് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പറയും സ്പോർട്സിനെന്ന് പറയുമ്പോഴേക്കും ഈ കോച്ച് അവനെ വല്ലാണ്ട് നീ എന്തിനാ അതിനൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവനെ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ ബൂ ഒന്നും മിണ്ടില്ല. അടുത്ത സീനിൽ കാണുന്ന നമ്മുടെ ശൗചിയും പൂവും കൂടി ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിരിക്കും. ഇതേ സമയം ശൗചി പൂവിന്റെ അടുത്ത് ചോദിക്കും, എടാ ഞാൻ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കാൻ എന്നെ കൂടെ വയ്യാന്ന് പറയും. ഇതേ സമയം പൂ അവളോട് പറയും, നീ ഇപ്പൊ 1/2 മണിക്കൂറിൽ കൂടുതലായി റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവള് പറയും അങ്ങനൊന്നുമില്ല പറയും. എന്നിട്ട് കാണുന്നത് നമ്മുടെ ലൂ ആണെങ്കിൽ നമ്മുടെ ലിനിനെ ഇങ്ങനെ ആ കമ്പിമിലിരുന്ന് ഇങ്ങനെ കൈയോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതേ സമയം അവളുടെ സീറ്റിലിരിക്കുന്ന ചെക്കൻ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കും. ഇത് കണ്ട ലൂക്ക് ടെൻഷനായിട്ട് അവൻ അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ ഇവരെന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവൻ ഇറങ്ങി വരും. അതേ സമയം ആ ചെക്കൻ ലിനിൻ്റെ അടുത്ത് പറയും, നമുക്കൊരു റേസ് വെക്കാം, നീ ജയിക്കുകയാണെങ്കിൽ എനിക്ക് നീ ഒരു ഡിന്നർ വാങ്ങിത്തരണം, ഞാൻ ജയിച്ചാൽ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. എന്നിട്ട് അവൻ റേസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവളത് മൈൻഡ് ചെയ്യാണ്ട് ഓടാൻ നോക്കും. ഇതേ സമയത്ത് അവൻ അവളുടെ കാലിൽ കയറി പിടിക്കുമ്പോൾ അവൾ അവിടെ ഒറ്റ വീയലങ്ങ് വീയും. ഇത് കണ്ട ലൂ സിനിമയിലൊക്കെ കാണും പോലെ ഓടി വന്ന ആ ചെക്കനെ ഒറ്റ ചവിട്ടങ്ങ് വെക്കും. അപ്പോഴേക്കും എല്ലാവരും വരും കേട്ടോ. എന്നിട്ട് ഇവളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇതേ സമയം ഇവളിങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പറയും, ഡോക്ടറെ എനിക്കൊരു പ്രശ്നവുമില്ല, ഐ എം ഓക്കെ, ഞാൻ ഫുൾ ഓക്കെ ആണെന്ന് പറയും. അതേ സമയം ഡോക്ടർ ഇങ്ങനെ അവളെ കാലിൽ തൊടുമ്പോൾ തന്നെ ഇവളിങ്ങനെ കിടന്ന് പെടയുന്നുണ്ടാവും. ആ സമയം ഡോക്ടർ അവളുടെ അടുത്ത് പറയും, നീ ഒട്ടും ഓക്കെ അല്ല, നിനക്ക് ഇനി നടക്കാൻ പോലും പറ്റില്ല എന്ന്. അപ്പം അവൾ പറയും, ഇല്ല ഡോക്ടറെ ഇതൊന്നും പ്രശ്നമില്ല, എനിക്ക് സ്പോർട്സിന് ഓടാനുള്ളതെന്ന്. അപ്പം അയാൾ പറയും, ഇല്ലല്ല ഇനി ഒരാഴ്ചത്തേക്ക് നിനക്ക് റെസ്റ്റ് വേണമെന്ന് പറയും. ഇതേ സമയം അവളിങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ ലൂ അവളുടെ അടുത്ത് പറയും, ഡോക്ടർ പറയുന്നത് കേൾക്കുന്നു. ഇതേ സമയം അവളിങ്ങനെ മിണ്ടാതിരിക്കും. ഈ സീനോടെ നമ്മുടെ 4th എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് കഴിയുന്നതാണ്. സെക്കൻഡ് പാർട്ട് ഇന്നോ നാളെ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ഇതുവരെ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഡ്രാമ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഡ്രാമ ആണ്, ബട്ട് നല്ല റേറ്റിംഗ് ഉള്ള ഡ്രാമ തന്നെയാണ്. ഇതേ സമയം നിങ്ങൾക്ക് 2025 2026 പുതിയ പുതിയ ഡ്രാമാസ് ഞാൻ കുറച്ച് സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ആ ഡ്രാമാസായിട്ട് അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.